നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെല്ലാം നിന്റെ തെറ്റാണെന്നേ ഞാൻ പറയൂ. ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ എന്തിനാ ഇടപെടാൻ പോയത്? അവിടേക്ക് നിന്നെ ആരും ക്ഷണിച്ചതല്ല. എന്നിട്ടും എന്തിനാ നീ അവിടെ പോയി? അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിച്ചു. അതിന് എന്ത് അർഹതയാ നിനക്കുള്ളത്? മായേട്ടനും മാളൂനും എന്തോ സങ്കടം ഉണ്ടെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ മുത്തശ്ശി ഞാൻ ഇവിടെ നിന്നത്. മായേട്ടൻ എനിക്ക് എല്ലാം ആണെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. മായേട്ടനൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട ബാധ്യത എനിക്കില്ലേ? അതിനുള്ള അർഹത എനിക്കില്ലേ? നിന്നോട് ഇനി ഇക്കാര്യത്തിൽ തർക്കിക്കാൻ ഞാനില്ല. നീ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനി നീ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറയല്ലേ മുത്തശ്ശി. എനിക്ക് മാളൂനെ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണണം. അവരിവിടെ വന്നാ കാണാം, അല്ലാതെ നീ അങ്ങോട്ട് പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മഹി, മാള് ഒന്നും കഴിക്കുന്നില്ല. കഴിക്കുന്നില്ലേ? അതെന്താ? ഗംഗയെ കാണണോന്ന മാള് പറയുന്നേ. ഗംഗ വന്നാലേ കഴിക്കുള്ളൂ എന്നുള്ള വാശിയില. കഴിക്കുമോളെ, ദേ കുറച്ച് കഴിച്ചാ മതി. മാളൂന് ഒത്തിരി ഇഷ്ടമുള്ള കറിയാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഗംഗ വന്നാലേ ഞാൻ ഇനി കഴിക്കൂ. എങ്കിനി പട്ടിണി കിടന്ന് ചത്തുപോവുകയുള്ളൂ. അമ്മ മയ്യട്ടം വരുന്നുണ്ട്. മാളു കഴിക്ക്. കഴിക്കുമോളെ. ഷോ, എത്ര നേരമായിരുന്നോ ഞങ്ങൾ നിർബന്ധിക്കുന്നു. അവൾ ഒട്ടും കഴിച്ചിട്ടില്ല. ഇതാ ഞാൻ കഴിപ്പിക്കാം. എന്താ മോളെ ഇത്? എന്തിനെങ്ങനെ വാശി കാണിക്കുന്നേ? ആഹാരം കഴിക്കും. എനിക്ക് വേണ്ട. മാളു കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്കും സങ്കടാവില്ലേ? അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ എന്റെ സങ്കടം ആരും കാണുന്നില്ലേ? അതിന് ആർക്കും ഒരു കുഴപ്പമില്ലേ? എനിക്ക് ഗംഗയെ കാണണം. ഗംഗ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. ഗംഗ വീട്ടിൽ പോയതല്ലേ? എന്നും ഗംഗയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതെന്താ മാള് മനസ്സിലാക്കാത്തത്? എനിക്ക് എല്ലാം മനസ്സിലായി. മഹി തന്നെയല്ലേ ഗംഗ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നോട് കള്ളം പറയുവല്ലേ? മഹി പോയി ഗംഗ തിരിച്ചു പിടിച്ചോണ്ട് വാ, അല്ലാതെ ഞാൻ കഴിക്കില്ല. കഴിക്കും മോളെ, പ്ലീസ്. ഇല്ല, ഞാൻ കഴിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.